ഇതാണ് മലേഷ്യ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അത്യാവശ്യം ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. 10-20 ഫ്ലവറിൻ്റെ മുകളിൽ വിരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നലെ പോളിനേറ്റ് ചെയ്ത ഫ്ലവറാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഹാൻഡ് പോളിനേറ്റ് ചെയ്ത് കൊടുത്താൽ ഫ്രൂട്ടിൻ്റെ സൈസും കാര്യങ്ങളും കൂടും. നമ്മൾ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മഴ കുറഞ്ഞ സമയത്ത് ഡ്രാഗൺ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന സമയമാണ്. ഇതിപ്പോൾ ഫ്രൂട്ടും ഉണ്ട് ഫ്ലവറും ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഇതിൽ ഇസ്രായേൽ യെല്ലോ ഉണ്ട്. യെല്ലോ നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ക്രോസ് പോളിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഫ്രൂട്ട് സൈസ് ഉണ്ടാവില്ല, ഫ്രൂട്ട് പിടിക്കില്ല. അപ്പോൾ ഇതിൽ റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട്. അത്യാവശ്യം ഫ്ലവർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഡ്രമ്മിൽ വെച്ചാൽ തന്നെ അത്യാവശ്യം ഫ്രൂട്ട് കിട്ടും. ഇതിലിപ്പോൾ ഒരു 25 ഫ്ലവറിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രം ഉണ്ടായാൽ തന്നെ അത്യാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.